മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് മുള്ളൂർക്കര ഇടവകയെ സംബന്ധിച്ച് 13ാം ചൊവ്വാചരണമാണ്. ആഘോഷമൊന്നും ആരാധനയൊന്നുമില്ലാത്ത, നേർച്ചക്കഞ്ഞിയൊന്നുമില്ലാത്ത ഒരു 13ാം ചൊവ്വാചരണം. അതോടൊപ്പം തന്നെ ആഗോള സഭയിൽ, പ്രത്യേകിച്ച് ഭാരതസഭയ്ക്ക് വളരെയധികം സന്തോഷമുള്ള, കേരള സഭയ്ക്ക് വളരെ പ്രത്യേകമായിട്ട് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം ഇന്ന് ഈ മലയാള മണ്ണിൻ്റെ പുത്രിയായ മറിയം ത്രേസ്യ, കുഴിക്കാട്ടുശ്ശേരിയിലെ മറിയം ത്രേസ്യ, പുത്തഞ്ചിറയിലെ മറിയം ത്രേസ്യ ഇവിടെ തിരുനാളാണ്. വിശുദ്ധ മറിയം ത്രേസ്യയുടെ തിരുനാൾ. തിരുനാളിൻ്റെ ആശംസകളായിട്ട് സ്നേഹത്തോടെ ഏവർക്കും ഞാൻ നേരുകയാണ്. പ്രത്യേകിച്ച് ഹോളി ഫാമിലി സന്യാസ സമൂഹത്തിൻ്റെ സ്ഥാപകയാണ് മറിയം ത്രേസ്യ. കൊണ്ട് ഹോളി ഫാമിലി സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും എനിക്കേറെ പ്രിയപ്പെട്ട ഒരുപാട് പേരുള്ള ഒരു കോൺഗ്രേഷനാണ് ഹോളി ഫാമിലി സന്യാസ സമൂഹം. അവർക്കെല്ലാവർക്കും തിരുനാളിൻ്റെ ആശംസകൾ ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു. നമുക്കൊക്കെ ഒരുപാട് പരിചയമുണ്ടായിരിക്കാം. നമ്മുടെ മക്കൾ പഠിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ വീടുകൾ സന്ദർശിക്കുകയോ ചെയ്തിട്ടുണ്ടാവാം കോമിഷൻ സമയത്ത് ഹോളി ഫാമിലി സന്യാസികൾ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ ദിവസം പ്രത്യേകമെടുക്കാം. വിശുദ്ധ മറിയം ത്രേസ്യയുടെ ജീവിതം എന്താണെന്ന് നമുക്ക് ലേഖനത്തിലൂടെ സഭ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് പറഞ്ഞ പൗലോസ്ലീഹായെ പോലെ ചെറുപ്പം മുതലേ വിശുദ്ധ കുർബാനയുടെ ഭക്തിയിൽ വളർന്ന മറിയം ത്രേസ്യ തൻ്റെ ഓരോ പ്രവൃത്തിയിലും ഈശോ തന്നിൽ ജീവിക്കുന്നു എന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. അങ്ങനെ ഈ ഐഹിക ജീവിതം തനിക്ക് വേണ്ടി, പൗലോസ്ലീഹ പറയുന്നത്, തനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിച്ച ക്രിസ്തുവിലുള്ള വിശ്വസ്തതയുടെ ഒരു ജീവിതമാക്കി മാറ്റിയപ്പോഴാണ് അവർ ഇന്ന് ഈ ബലിയർപ്പിക്കുമ്പോൾ, ബലിയർപ്പണം പങ്കുചേരുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളൊക്കെ മാമോദീസ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ജീവിക്കുന്നവരാണ്. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ക്രിസ്തു ജീവിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാം. അങ്ങനെ ഇല്ല എങ്കിൽ ക്രിസ്തു നമ്മിലൂടെ ജീവിക്കുന്നുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് വേണ്ടിയുള്ള, ക്രിസ്തുവിന് വേണ്ടിയുള്ള ഒരു ജീവിതമാക്കി മാറ്റാനുള്ള കൃപ വിശുദ്ധ മറിയം ത്രേസ്യയോട് നമുക്ക് സമർത്ഥമായി നൽകുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ബലിയിൽ പങ്കുചേരാം. പ്രത്യേകമായിട്ട് നമുക്ക് കൊറോണ ബാധിതരായിട്ടുള്ള ആളുകളൊക്കെ കർത്താവിന്റെ കരങ്ങളിലേക്ക് മറിയം ത്രേസ്യയുടെ മധ്യസ്ഥയിൽ സമർപ്പിക്കാം. മറിയം ത്രേസ്യയുടെ മാധ്യസ്ഥ സഹായം അവർക്ക് രോഗങ്ങൾ മാറി ആരോഗ്യം വീണ്ടെടുക്കാനുള്ള കൃപ ലഭിക്കാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവവും. സൈന്യനെ വളഞ്ഞാലും വൈരികൾ പിന്തുടർന്നാലും ഭീതിയില്ലെനിക്കുതെല്ലും ദൈവമാണൻ പാലകൻ. നിയതമങ്ങേ വസതിയിൽ കഴിയുവാനൻ മോഹം, മധുരമങ്ങേ മഹിമയിൽ മറയുവാനൻ ദാഹം. കണ്ണിനങ്ങേ കതിരുകൾ കണ്ടു കണ്ടു മയങ്ങണം, കാതിനങ്ങേ കനിവീഴും കഥകൾ കേട്ടുലയിക്കണം. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവവും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതിനാൽ പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞുകൂടിയുടെ സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സ്രഷ്ടാവുമാകുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോൾ നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾക്കേകണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ കർമ്മണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യക്കാരും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 19 മുതലുള്ള തിരുവചനങ്ങൾ. എന്തെന്നാൽ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ഞാൻ നിയമത്തിലൂടെ ദൈവത്തിനെ മൃതനായി, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. ദൈവത്തിന്റെ കൃപ ഞാൻ നിരാകരിക്കുന്നില്ല. നിയമത്തിലൂടെയാണ് നീതി കൈവരുന്നതെങ്കിൽ ക്രിസ്തുവിന്റെ മരണത്തിന് നീതീകരണമൊന്നുമില്ല.
ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയമെൻ മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിയിടട്ടെ. ഏറ്റമനുഗ്രഹപൂരിത കവിത തൂലിക പോലെന്നാവിപ്പോൾ. ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ 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 പാടിയിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധമത്തായി അറിയിച്ച ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 25-ാം അധ്യായം 31 മുതലുള്ള തിരുവചനങ്ങൾ. മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തന്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അവന്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്ന പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. അവൻ ചെമ്മരിയാടുകളെ തന്റെ വലത്തുവശത്തും കോലാടുകളെ തന്റെ ഇടത്തുവശത്തും നിർത്തും. അനന്തരം രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എന്റെ അടുത്ത് വന്നു. അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും, കർത്താവേ, നിന്നെ വിശക്കുന്നവരായിക്കൊണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവരായിക്കൊണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ? നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായിക്കൊണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ? നിന്നെ രോഗാവസ്ഥയിലോ കാരാഗൃഹത്തിലോ വന്ന് സന്ദർശിച്ചത് എപ്പോൾ? രാജാവ് മറുപടി പറയും, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവനെ നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ യാചനകൾ ശ്രമിക്കണമേ. ഈ ഇടവകയുടെ മധ്യസ്ഥനായ വിശുദ്ധ മുനീസിന്റെ ഓർമ്മയായിരിക്കും ഞങ്ങൾക്ക് അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി നൽകണമേ. സ്നേഹസമ്പന്നനായ വിശുദ്ധ മുനീസെ, അങ്ങേക്ക് പ്രിയപ്പെട്ടവരായ ഞങ്ങൾക്ക് വിധി ദിവസത്തിലെ മധ്യസ്ഥനായ
പ്രാർത്ഥനകളാൽ ഞങ്ങൾ ദൈവരാവുകയും അങ്ങ് അനുഭവിക്കുന്ന ധ്യാനത്തിൽ പങ്കുകാരാവുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ കൃപാസമ്പത്ത് നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കഴിക്കട്ടെ. നമ്മുടെ പാപങ്ങളുടെ മാലിന്യം കുറച്ചു നീക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ ആരാധ്യമായ തൃത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. ആമേൻ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും തന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹാ തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗ്ഗത്തിൽ നിന്നുള്ള മഹത്വമായ അവിടുത്തെ വിശുദ്ധ പീഠത്തിന്മേൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. താതനും അതുപോലാത്മജനും ദിവ്യരൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയൗസേപ്പിനെയും സാദരമൂർത്തിയിടാം. പാവനമീ ബലിയിൽ ആദിയിലെ പോൽ എന്നേക്കും. ആമേൻ ആമേൻ. സുതരുടെ പ്രേഷിതരേ, ഏകജസ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവ്വരും ഒന്നായി പാടിയിടട്ടെ. ആമേൻ ആമേൻ. മാർത്തോമായേയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാം. നമ്മുടെ കൂടെ ബലവാനാം കർത്താവിൽ നിന്നേക്കും. രാജാവാം ദൈവം നമ്മോടൊത്തെന്നും. യാക്കോബിൻ ദൈവം നമ്മുടെ കൂടെയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിമോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാൻ നിത്യം വാഴ്ത്തിടാം. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ സ്തുതികൾ ആരംഭിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ,
ഈ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ സ്വന്തമായ അനുഗ്രഹങ്ങളെ ഞങ്ങൾ അങ്ങേക്ക് പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരങ്ങളാവുന്ന ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നു ഞങ്ങളെ കാരണത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോട് കുറച്ച് വിശ്വാസത്തോട് പരികരണം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ.
കണ്ണുനീരോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതകം അങ്ങയുടെ സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയുടെ സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ശരീരത്തോടുകൂടെ പരിപൂർണ്ണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായ ധരിക്കുവാൻ വിധേയരാകുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിലൊപ്പെടുത്ത് സ്വർഗത്തിലെ ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാണ്. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഇവരും പലരും ആകുലരുമായി തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്രയും ഗൃഹമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവിതം ഞങ്ങൾ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സംസ്കരിക്കുന്നതിനായി ഞങ്ങൾ ജീവിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടന്നു ക്ഷമിച്ച് വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ പുറത്തുണയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനം കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പാക്ക് വേണ്ടി ഞങ്ങളുടെ സഭാധ്യക്ഷനായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പോലീത്താക്ക് വേണ്ടി ഞങ്ങളുടെ അതിരുപതാധ്യക്ഷ പിതാവുമായ മാർ ആൻഡ്രൂസ് മെത്രാപ്പോലീത്താക്ക് വേണ്ടി മാർ ജോൺ മെത്രാന് വേണ്ടി മാർ ജേക്കബ് മെത്രാപ്പോലീത്താക്ക് വേണ്ടി മറ്റെല്ലാ മെത്രാപ്പോലീത്താമാർക്കും മെത്രാന്മാർക്കും വേണ്ടി വിശുദ്ധ കത്തോലിക്കാ സഭാംഗങ്ങൾക്ക് വേണ്ടി പുരോഹിതന്മാർ, സന്യാസിനികളായ പ്രേക്ഷിത മിഷണർമാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, വൈദികാർത്ഥികൾ, സന്യാസാർത്ഥികൾ, സംസ്കൃതാധ്യാപകർ, വചന പ്രഘോഷകർ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാനയെന്ന് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതികരമായി പ്രവർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും വിശിഷ്യ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും വിശുദ്ധ അന്ത്യോസിന്റെയും വിശുദ്ധ മറിയം ത്രേസ്യയുടെയും ഭാരതത്തിലുള്ള വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും ദൈവദാസന്മാരുടെയും ദൈവദാസികളുടെയും സ്തുതിക്ക് വേണ്ടിയും വിശ്വാസികളുടെ എല്ലാ പൂർവികർക്ക് വേണ്ടിയും ഈ കുർബാനയെന്ന് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവ്വം കാത്തു നിൽക്കുന്ന ഞങ്ങളുടെ ഇടവകജനത്തിന്
വാങ്ങുവാൻ കടപ്പെട്ടിരിക്കുന്നതുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ എല്ലാ ഉപകാരികൾക്കും വേണ്ടിയും ഞങ്ങളുടെ കയ്യിൽ നിന്ന് ജീവിച്ചു വേണ്ടി എല്ലാ സന്യാസികൾക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടവകയിൽ നല്ല ദേവികൾ ധാരാളമായി ഉണ്ടാകുന്നതിന് വേണ്ടിയും ഇവിടെ സേവനം രക്ഷിച്ചു കടന്നുപോയ എല്ലാ വൈദികർക്കും സന്യസ്തർക്കും വേണ്ടിയും ഇപ്പോൾ സേവനം ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിന് വേണ്ടിയും അവരെല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി അവരുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി അവരെല്ലാ ദേവാസിക്കും ജീവനക്കാർക്കും വേണ്ടിയും ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും നവീകരണത്തിന് വേണ്ടിയും വിശുദ്ധീകരണത്തിന് വേണ്ടിയും വഴക്കുദ്വേഷ കുടുംബങ്ങളെ അങ്ങനെ ശാന്തിയും സമാധാനമായിരിക്കും ഉണ്ടാകാൻ വേണ്ടിയും ഉദാസ ജീവിതമാകുന്ന വ്യക്തിയുടെ കുടുംബങ്ങളുടെയും മാനസാന്തരത്തിന് വേണ്ടിയും ഞങ്ങളുടെ എല്ലാ യുവജനങ്ങൾക്ക് വേണ്ടിയും കൗമാരക്കാർക്ക് വേണ്ടിയും ചീത്ത കൂട്ടുകളുടെ നിരീക്ഷണ പ്രസ്ഥാനങ്ങളെ വഴിക്കുന്ന എല്ലാ യുവജനങ്ങളുടെയും കൗമാരക്കാരുടെ തിരിച്ചുവരാൻ വേണ്ടിയും തൊഴിലാളി ചെറുപ്പക്കാർക്ക് വേണ്ടി യുവാക്കൾ യുവാക്കൾക്ക് വേണ്ടി മക്കളില്ലാത്ത എല്ലാ ദമ്പതികൾക്ക് എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും വൃദ്ധജനങ്ങൾക്ക് വേണ്ടി രോഗികൾക്ക് വേണ്ടി അവരെ ശുശ്രൂഷകൾക്ക് വേണ്ടിയും എല്ലാ തൊഴിലാളികൾക്ക് വേണ്ടിയും ഞങ്ങളുടെ ദുരിതങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ നാടിന് വേണ്ടിയും ഞങ്ങളെ നയിക്കുന്ന എല്ലാ നേതാക്കന്മാർക്കും ഭരണാധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും വേണ്ടിയും ഞങ്ങളുടെ നാടിന്റെ എല്ലാ പട്ടണക്കാർക്ക് വേണ്ടി ഞങ്ങളുടെ നാട്ടിൽ ശാന്തിയും സമാധാനമായിരിക്കും മതധർമ്മ സൗഹാർദ്ദം ഉണ്ടാകാൻ വേണ്ടിയും ലോക സമാധാനത്തിന് വേണ്ടി വിവിധ സഭകളുടെ സമാധാനത്തിന് വേണ്ടിയും നല്ല കാലാവസ്ഥയ്ക്ക് വേണ്ടി സമൃദ്ധമായവർക്ക് വേണ്ടിയും സകലവിധ വൈശാചിക ബന്ധങ്ങളിൽ പകർച്ച വ്യാധികളുടെ നാടിനെ സംരക്ഷണം ഉണ്ടാകാൻ വേണ്ടിയും കൊറോണ വൈറസ് ബാധയിൽ മരണപ്പെട്ട എല്ലാ വ്യക്തികളുടെ ആത്മശാന്തിക്ക് വേണ്ടിയും ഐസൊലേഷൻ ചികിത്സയിലും ക്വാറന്റൈനുമായിരിക്കുന്നവർക്ക് വേണ്ടിയും വാക്സിൻ സ്വീകരിക്കുന്നവർക്ക് വേണ്ടിയും കൊറോണ വൈറസ് ബാധയിൽ ജീവിതം പ്രസിദ്ധരായവർക്ക് വേണ്ടിയും പ്രകൃതി ദുരന്തങ്ങൾ മൂലവും മറ്റു പുറങ്ങൾ മൂലവും ജീവിതം സമൃദ്ധമായിരിക്കുന്നവർക്ക് വേണ്ടിയും വിവിധ പരീക്ഷകൾക്കായവർക്ക് വേണ്ടിയും ആദ്യ ഉത്പാദന സമയത്തിനായിട്ടിരുന്ന ഞങ്ങളുടെ ജോമകൾക്ക് വേണ്ടിയും ഞങ്ങളുടെ നാടിന്റെ നേതാക്കളായ എല്ലാ കർഷകർക്കും അവരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയും എല്ലാ ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടിയും സന്നദ്ധ പ്രവർത്തകർക്ക് വേണ്ടിയും ഇന്നേ ദിനം തിരുനാൾ ആഘോഷിക്കുന്ന ഹോളി ഫാമിലി സന്യാസമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും വേണ്ടിയും അവരെല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെയും വിജയത്തിന് വേണ്ടിയും അയോഗ്യനും പാപിയുമായിരിക്കും വേണ്ടിയും ഈ കുർബാനയെന്ന് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, നിങ്ങളെ പിടിച്ചു വരുന്നതും വിശുദ്ധമായി വരുന്നതിനാണ് അഭിഷേകത്തിന്റെ ശരീരരക്തം ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദേവമാതാവായ കന്യാമറിയത്തിന്റെയും നീതിമാന്മാരും വിശുദ്ധമായ പിതാക്കന്മാരുടെയും പാവനസ്മരണ സംജാതമാക്കണമേ. ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ ശാന്തിയും സമാധാനം ഞങ്ങൾക്ക് തരണമേ. അങ്ങ് മാത്രമേ കർത്താവായ ദൈവങ്ങളുടെ പ്രവൃത്തിനായി ശുശ്രൂഷയാവുന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ രക്തസാക്ഷികളുമാകുക വേദപാരകന്മാർ ശുശ്രൂഷിക്കുന്നവർക്കും വിശുദ്ധ മാമോദീസയുടെ സജീവവും ജീവദായകമായ അടക്കാൽ മുന്നിരുന്നു പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങൾ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ച എല്ലാ മനുഷ്യരുടെ കർത്താവിലേയുമായി ദാസന് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച നാം ഒരുമിച്ചുകൂടി ഇപ്പോൾ ദർശനത്തിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാമലക്ഷ്യമായി ശുശ്രൂഷയുടെ സാരസ്യത സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ ദാസരുടെ കുർബാനയിൽ ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ ഭവനീയ വിസ്മയാവഹമായ ഈ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം കീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ മൂല്യത്താൽ രക്ഷിക്കുന്ന സഭയിൽ സന്തോഷത്തോടെ പ്രത്യാശയോടെ അങ്ങേ കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൽ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേ എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. ഞങ്ങളുടെ കർത്താവീശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും
ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നമ്മളോട് ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, നീ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. 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 നിത്യജീവനും കാരണമാകട്ടെ, എന്നേക്കും ആമേൻ. കർത്താവായ ദൈവമേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗ്ഗരാജ്യത്തിൽ സകല വിശുദ്ധരോട് വെച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുറത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സ്വത്ത് പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ പുതിയ വീടുകളാക്കുകയും ജ്വലിക്കുന്ന അധരം കൊണ്ട് നിന്റെ സ്തോത്രം ആർപ്പിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രകാരം പ്രാർത്ഥന ഉപദേശിച്ചുകൊണ്ട് നീ ശിശുമാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ ലഭിച്ച വിശ്വാസത ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവ്വേശ്വരനായ ദൈവമേ, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു.
നമ്മെ ജീവിതപ്പെടുത്താൻ ആശംസിക്കുന്ന ഭാവനത്താൽ നമ്മളും സമ്പൂർണ്ണമാവട്ടെ. വിഷയായിട്ട് ചെയ്തിട്ടുള്ള കാരണമാകട്ടെ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, നിന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്ത് ഞങ്ങളെ നല്ല കള്ളനോടും നിന്റെ അഭീഷണമായിട്ട് നീതിമാന്മാരോടും വിളിച്ച് പർദീസാനെ സ്തുതിക്കുവാൻ യോഗ്യരാക്കണമേ. സർവ്വത്തിലെയും നാഥ എന്നേക്കും ആമേൻ. കർത്താവിൻ തിരുമുമ്പിൽ വന്നതി ഭക്തി വിശ്വാസപൂർവകം ഞങ്ങൾ കൈക്കൊണ്ടോരീ രഹസ്യങ്ങൾ പാപമോചനമേകട്ടെ. ഉന്നതൻ യുഗരാജാവായിടും കന്യകാസുതനേശുവേ, ദാസന്റേതുപോൽ സ്രഷ്ടാവിന്റെയും സാദൃശ്യം നീ നിനയ്ക്കുകിൽ. നിന്നിൽ വിശ്വസിച്ചാശ്രയിച്ചവർ നിന്റെ സങ്കേതം തേടിയോ. നിന്റെ മാംസനീളങ്ങളാൽ പാപമോചനം നേടി ധന്യരായി. വാനമേഘത്തിൽ നീ വരും നാളിൽ നിന്നെതിരേൽപ്പിനായി. നിന്റെ മുൻപിൽ വരാൻ വാനവർ വൃന്ദമോർത്തു നിരന്തരം. നിൻ സ്തുതി ഗീതമാലപിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണേ. നിൻ സ്തുതി ഗീതമാലപിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണേ. അവർ നിയമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിൽ പങ്കുചേർന്ന് ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ അന്തോനീസിന്റെയും തിരുസഭയിൽ നമ്മുടെ വിശുദ്ധ മറിയത്രേസ്യയുടെയും ഓർമ്മയാചരിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകി. ഈ ദാനത്തെ പ്രതി ഞങ്ങൾ സ്തുതിയും കൃതജ്ഞതയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എന്നേക്കും ഞങ്ങളുടെ പ്രത്യാശയായ മിശിഹായെ, പരിശുദ്ധ കുർബാന വഴി ഞങ്ങളുടെ കടങ്ങൾ പൊറുക്കുകയും പാപം മോചിക്കുകയും നിത്യജീവൻ ഞങ്ങൾ പങ്കുചേർക്കുകയും ചെയ്തു. ഈ അമൂല്യദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. വിശുദ്ധ അന്തോനീസിനെയും വിശുദ്ധ മറിയത്രേസ്യയെയും പോലെ ഞങ്ങൾ ഈ ഭൂമിയിൽ നിന്നെ ഏറ്റുപറയുന്നത് ജീവിതത്തിൽ നിനക്ക് സാക്ഷ്യം വഹിക്കുന്നതിന് സഹായിക്കണമേ. സർവ്വത്തിന്റെയും നാഥായ എന്നേക്കും. കർത്താവാം മിശിഹാ വഴിയായി ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വിരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം
സംരക്ഷിതരായി തീരട്ടെ, മുദ്രിതരായി ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. നിത്യപുരോഹിതനായ ഈശോ അങ്ങേ ദാസരായ വൈദികർക്ക് യാതൊരാപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്നവരുടെ അഭിഷിക്ത കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ രക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മകനെ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള പ്രയത്നങ്ങൾ പരസ്പരങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിനിത്യ സൗഭാഗ്യവും മൗനവുമായി തീരട്ടെ. അങ്ങയോട് കൂടെ ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ സദാ ഉത്സുകരാകട്ടെ. കർത്താവേ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസിമാരെയും അൽമായ പ്രേക്ഷകരെയും പ്രദാനം ചെയ്യണമേ. ലോകരക്ഷകനായ യേശു അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ വിശുദ്ധ മറിയമേ, വിശുദ്ധ അൽഫോൻസാമ്മേ, തിരുക്കുടുംബമേ, വിശുദ്ധ മറിയം ത്രേസ്യയേ, വിശുദ്ധ ചാവറ പിതാവേ, വിശുദ്ധ വിപ്രാസയമ്മേ, എല്ലാവർക്കും ഒരിക്കൽ കൂടി വിശുദ്ധ മറിയം ത്രേസ്യയുടെ തിരുനാളിന്റെ ആശംസകൾ ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.